Dear students, today I want to continue the discussion of Kerala Engineering 2017 question paper. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ദെൻ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 31. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം സ്റ്റുഡൻസ് ഓർക്കുക, 2018-2019 ക്വസ്റ്റ്യൻസ് നിലവാരം കൂടിയതായിട്ടാണ് കാണുന്നത് ദാൻ ദ 2017 ഓർ 16 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. സോ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻസ് ആ തരത്തിലാക്കുവാൻ ശ്രദ്ധിക്കുക. സോ ഹിയർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ, it is given as xt, take the value equal to sine square omega t minus 2 cos square omega t. So that is a concept. The angular frequency of oscillation is, ഇതിൻ്റെ ഓസിലേഷൻ്റെ ആങ്കുലാർ ഫ്രീക്വൻസി എന്താണ്? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം ഇതിനെ ഒരു സിമ്പിൾ ഇക്വേഷൻസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? യെസ്, വി നോ ദ സൈൻ സ്ക്വയർ ഒമേഗ ടി. സൈൻ സ്ക്വയർ തീറ്റ ഈസ് വാട്ട്? സിംപ്ലി നമുക്കറിയാം അത് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി ആണെന്ന് നമുക്കറിയാം അല്ലേ. ഓൾറെഡി ഇവിടെ 2 കോസ് സ്ക്വയർ ഒമേഗ ടി ഉണ്ട്. അപ്പം നെറ്റ് വാല്യൂ നമുക്കത് എങ്ങനെ എഴുതാം? 1 മൈനസ് 3 കോസ് സ്ക്വയർ ഒമേഗ ടി ആയിട്ട് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 3 ഇൻറ്റു എന്താണ് കോസ് സ്ക്വയർ ഒമേഗ ടി? Cos square omega t is what? 1 plus cos 2 omega t, that division by 2. So we can write as 1 minus 3 by 2 plus, minus 3 by 2 cos 2 omega t. That is equal to minus 1 by 2 minus 3 by 2 cos 2 omega 2. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മൾ ഒരു വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ പീരിയോഡിക് ഫംഗ്ഷനായിട്ട് വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോസ് 2 ഒമേഗ ടി ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി ടേം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ, 2 ഒമേഗ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. So the angular frequency of oscillation become, and we can say the choice as what? B. സോ മെത്തേഡ് ഒന്ന് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. Then we can move to the next question, number 32. A transverse wave in propagating on a stretched string of mass per unit length 32 gram per meter. So that mass per unit length is given as 32 gram per meter. Keep in mind we need the conversion as 10 raised to minus 9 kilogram per meter. The tension that is given in the string is 8 Newton. Then the speed of the wave over the string. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രിങ്ങിലെ the velocity of propagation we can find to be, it is equal to root of t division by the mass per unit length. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. So that is equal to root of, what is the tension on the string? The tension on the string is here 80 division by, as mu as what? 32 into here actually the gram as a 10 raised to minus 3 as a 10 raised to minus 3. So that is equal to as a root of, we can just take 8 into 32, it becomes 1 by 4. So 1 by 4 into 10 raised to 4. So that is equal to half into 10 square. So that is equal to 100 by 2 as 50 meter per second. So we get the answer as E. അപ്പോൾ ഈ റിലേഷൻ ഒന്ന് ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. Number 33. Consider the propagating sound with the speed. So the speed of propagation of the sound is given as 300 meter per second. In a pipe of length 1 meter, one end closed and the other is open. Okay. So നമുക്ക് yes, this is the structure. The frequency with the fundamental mode, that is we needed to find it. That length that is given as 1.5.
meter. So അപ്പോൾ നമുക്ക് 1 എൻഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ട്യൂബിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്കറിയാം. ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ടേക്ക് ദ വാല്യൂ ആസ് വി ഡിവിഷൻ ബൈ 4L. സോ എവറി പാരാമീറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ദ സ്പീഡ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഇറ്റ് ഈസ് yes, it is not 300, it's 30. So 330 division by that is equal to 4 into L as take the value as a 3 by 2. So 2, 4 cancel. So it becomes a 2. So that is equal to 110, that division by 2. So we get the value as 55. So our data missing ആണ് ഓർത്തിരിക്കുക. The velocity is 330 and the length is 1.5 meter. Then we can use to find the fundamental frequency by the formula as V division by 4L. Look at question number 34. A standing wave propagating with a velocity of it is given as 300 meter per second in an open pipe of length has 4 knots. ഈ ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകുന്ന പാറ്റേണിനെ കുറിച്ച് ഒരു സെൻസ് ഉണ്ടായിരിക്കണേ. ഓപ്പൺ എൻഡ് ആവുമ്പോൾ അവിടെ ആൻറ്റിനോട്സ് മാത്രമേ പോസിബിൾ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് 4 നോഡുകൾ ഉണ്ടാകുന്നു എന്നാണ്. സോ ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും 2 നോഡുകളായിട്ട് എടുത്താൽ പിന്നെ 2 നോഡുകൾ കൂടെ, അപ്പോൾ 4 നോഡുകൾ ഉണ്ടാകുന്നു എന്നാണ് പറയാം. അപ്പം ബിറ്റ്വീൻ ദ നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, സി ദിസ് ഈസ് ദ സ്ട്രക്ചർ. യെസ്, അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 2 ആൻറ്റി നോഡ്, സി ദിസ് പോയിന്റ് മുതൽ ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 1 ലാംഡ ആയിരിക്കും നമുക്ക് വരിക. അപ്പം ഇത് ഒരു ലാംഡ ബൈ 2 ആ. പക്ഷേ ഈ ഒരു ആൻറ്റി നോഡ് പാർട്ടും ഇതുകൂടെ എടുക്കുമ്പോൾ എക്സാക്റ്റ്ലി ഒരു പകുതിയൂടെ വരും അല്ലേ. അപ്പം എക്സാക്റ്റ്ലി നമുക്ക് 2 ലാംഡയാണ് ഈ ലെങ്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടത് 4 നോട്ട്സ് ഉണ്ട്. ഓക്കെ, 4 നോട്ട്സ് ഉണ്ട് ഒരു ഓപ്പൺ പൈപ്പിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്താണ്, അപ്പോൾ ഇത് എത്ര മോഡ് ഓഫ് വൈബ്രേഷൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ആ നോട്ട്സ് നമുക്ക് സഹായിക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. വെലോസിറ്റി ബൈ ലാംഡ എടുത്താൽ പോരെ. യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഇനി അപ്പോൾ ഇവിടുത്തെ ലെങ്ത്, ഓപ്പൺ പൈപ്പ് ഓഫ് ലെങ്ത് ഇറ്റ് ഈസ് ഗിവൻ ആസ് ലെങ്ത് ആസ് 4 മീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഈ 4 മീറ്ററിനുള്ളിലാണ് 2 ലാംഡ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ എത്ര നമുക്ക് കിട്ടും? 4/2 as 2 മീറ്റർ. അതുണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി സിമ്പിൾ ആയില്ലേ. അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് 300 അല്ലേ. ദ ഡിവിഷൻ ബൈ ആസ് ലാംഡ ഈസ് വാട്ട്? 2. So 300/2 as 150. So that is the answer, 150 hertz. So C. അപ്പോൾ ഇവിടുത്തെ ഡേറ്റ മിസ് ചെയ്യുന്നത് ക്ഷമിക്കുക, നമ്മൾ നെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഡേറ്റയിൽ അത് മിസ്സായി പോകുന്നതാണ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ നമുക്ക് ഡേറ്റ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കണമേ. നമ്പർ 35. കൺസിഡർ എ വെഹിക്കിൾ എമിറ്റിംഗ് സൗണ്ട് വേവ് ഓഫ് ഫ്രീക്വൻസി 700 Hz moving towards an observer at a speed of 22 meters per second. Assuming the observer as well as the median to be at rest, the velocity of sound in the median to be 330, the frequency of sound as measured by the observer. അപ്പോൾ ഇവിടെ നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഒബ്സർവർ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. ദാറ്റ് വെഹിക്കിൾ ഈസ് മൂവിങ് ടുവേഴ്സ് ദാറ്റ് വൺ. സോ അപ്രോച്ചിങ് ആണ്. ദ ഫ്രീക്വൻസി ഷുഡ് ഇൻക്രീസ്. വി ക്യാൻ റൈറ്റ് ദ സിമ്പിൾ റിലേഷൻ as f dash is equal to that the velocity of sound by the v minus velocity of the source into the actual frequency. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ we can write as 330 division by 330 minus the velocity of the source is given as 22, that much into 700.
So that is equal to 330 by 308 into the frequency that is actually 700. So by calculating, we get the answer as 750 hertz. സോ നമുക്ക് എപ്പോഴും ഓർക്കാം. പക്ഷേ ഈ ഒരു ഇക്വേഷൻ ഓർക്കുന്നതിനോടൊപ്പം ഒരു പോയിന്റ് ഓർക്കണേ, അപ്രോച്ചിങ് ആണ് വരുന്നതെങ്കിൽ ഫ്രീക്വൻസീസ് ഗോസ് ഓൺ ഇൻക്രീസിങ് എന്നൊരു ആസ്പെക്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. The displacement time plot shown in the figure below describe the motion of the particle along the x-axis between the positions A and B. The particle passes through the two intermediate points P1 and P2. We have to think about the instantaneous value at the point P1 and P2. Is it positive or negative? അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സോ നമ്മൾ P1 എടുക്കുന്ന സമയത്ത് അവിടുത്തെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കൂ. അതേപോലെ ഈ പോയിന്റ് എടുക്കുമ്പോൾ അവിടുത്തെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് എടുക്കുമ്പോൾ P1ൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പം ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ വരൂ. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ടാൻ തീറ്റ പോസിറ്റീവ് ആണ്. പക്ഷേ P2 എന്ന് പറയുമ്പോൾ നോക്കൂ, അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 90 ആണ്, അവിടെ നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറുകയാണ്. സോ ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് പോസിറ്റീവ് ആസ് P1 and negative at P2. Simple it we can say. So that is A as the answer. The next question, number 37. A ball falls from a tabletop with an initial horizontal speed v0. In the absence of air resistance, which of the following statement is correct? അപ്പോൾ നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ വാട്ട് യെസ് നമ്മളുടെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്നൊരു ഓപ്ഷനിലേക്ക് എടുക്കാം. സോ ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ ഹൊറിസോണ്ടൽ വെലോസിറ്റി. Because of that gravity, its path becomes like this one. Then we can think so. What about the vertical and the horizontal component? There is no degrading factors horizontally, so that velocity, horizontal velocity is constant at any point. But the vertical velocity at any point, we can use the concept as v is equal to u plus at. The velocity at any point, vertical, the initial vertical velocity. See, if you just think about this point, that horizontal velocity, this one, this is the vertical velocity. That vertical velocity is acting downward. The initial velocity is 0. Reason it is നമ്മൾ അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ആണ്. But what about the acceleration? That is minus g into t. So minus minus cancel. So v is equal to g into t. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിച്ച് പറയാം the vertical component changes with time, but the horizontal component is a constant. So that is a very important concept. Yes. The A point, the vertical component of acceleration. No, acceleration is always a constant. That is nothing but g. The horizontal component of the velocity does not change with the time. So that may be the answer. What about the C? The horizontal component to the acceleration is non-zero. No, it is a zero value horizontally. The time taken by the ball to touch the ground depends upon v0. No, അവിടുത്തെ ടൈം എന്ന് പറയുന്നത് √2h/g ആണ്. അപ്പോൾ ഹൈറ്റിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വേർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദ ആക്സിലറേഷൻ വേരീസ് വിത്ത് ടൈം. നോ, ഇറ്റ് ഈസ് ആൾവേസ് എ കോൺസ്റ്റന്റ്. സോ നമുക്ക് ബി ആണ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. നമ്പർ 38. A man of mass 60 kilogram climbed down using an elevator. The elevator had an acceleration of 4 meter per second square. The acceleration due to gravity is 10. The man's apparent weight, but that man is climbing downwards. So with an acceleration a, so the apparent weight, take the value as m into g minus a. So m is given as 60 into 10 minus the acceleration as 4. So 60 into 60. So you get the answer as 360. So that is a very important concept. 360 Newton. So we can say as a C as the answer. അതിന് പകരം നമ്മൾ ക്ലൈംബ് ചെയ്തും മേപ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിന് G+A എന്ന് പറയാം. പക്ഷേ എയുടെ സൈൻ എപ്പോഴും ഓർത്തിരിക്കണമേ. നമ്പർ 39. A uniform rod of length 1 meter and mass 2 kilogram is attached to a side support as at O. The rod is at equilibrium due to the upward tension as a T. Acting at the point P. Assume the acceleration due to gravity as a 10. The value of T is. അപ്പോൾ നമ്മൾ റോഡ് ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്നു. ഓക്കെ, അറ്റ് ഫസ്റ്റ് വി ക്യാൻ
തിങ്ക് അബൌട്ട് ഏതൊക്കെ ഫോഴ്സസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് അവൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യും അല്ലേ. സോ മാസ് 2 കിലോഗ്രാം എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോ എം ഇൻറ്റു ജി ദാറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. പിന്നെ മേപ്പോട്ട് ടെൻഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് അത് ഇക്വിലിബ്രിയം ആണെങ്കിൽ വി ക്യാൻ സേ ടോർക്ക് ടോ ഈസ് അറ്റ് ദ പോയിന്റ് ഒ ഈസ് 0 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. സി അറ്റ് ഫസ്റ്റ് വൺ ദ വെയിറ്റ് എം ജി ഈസ് ആക്ടിങ് വേർട്ടിക്കലി. So that is a very important concept. So how we can find that mg that will give a clockwise rotation? So we can say that minus into that weight mg into the perpendicular separation between the line of action and the axis. So that is this separation. So that is nothing but the road length half ആണ്. total length 1 meter ആണ്. So നമുക്ക് അതിൻ്റെ പകുതിയായിട്ട് എടുക്കാം, ഹാഫ് മീറ്റർ. Then the tension that will give an anti-clockwise and hence that torque can be taken as plus. അപ്പോൾ ക്ലോക്ക് ടോർക്കിന് നമ്മൾ നെഗറ്റീവായിട്ട് കണക്കാക്കും ആൻഡ് ആൻറ്റി ക്ലോക്ക് as so t into the perpendicular separation. So that is nothing but L, the total length as 1 meter, that is equal to 0. So അങ്ങനെയാണെങ്കിൽ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഇറ്റ് ബിക്കംസ് mg/2. What is the m value? 2 kilogram into that acceleration 10, that division by 2. So what is the value for tension? So that is become 10 Newton. എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കുന്നത് സിമ്പിളായിട്ട് ദ ലീനിയർ ഫോഴ്സ് റെസ്പോൺസിബിൾ ഇൻ ടു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് D choices. Number 40. A capillary tube of radius 0.5 millimeter is immersed in a beaker of mercury. The level inside the tube is 0.2 centimeter below the level in beaker, and the angle of contact is 120 degree. Then what is the surface tension of mercury? If the mass density of mercury is 13.6 into 10 raised to 3, the acceleration due to gravity as a 10. അപ്പോൾ നമുക്കറിയാം height or fall that depends upon in a capillary rise or fall. നമുക്ക് തീരുമാനിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് H is equal to 2t cos theta division by r rho g. അപ്പം നമുക്ക് വേണ്ടത് സർഫസ് ടെൻഷൻ ആണ്. T is equal to HR rho g division by 2 cos theta. എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. അത് സൂക്ഷിച്ച് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഹൈറ്റ്? അത് ഫോൾ എന്നാണ് നമുക്ക് പറയുന്നത് അല്ലേ. യെസ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കണമേ, നമ്മുടെ അതസീവ് ഫോഴ്സ് ലെസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കാപ്പിലറി എന്ന് പറയുന്ന ട്യൂബിലേക്ക് ന് പകരം ഫോൾ ആയിരിക്കും ഉണ്ടാകുക. സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് എച്ച് ഹിയർ. നോർമൽ വാട്ടറൊക്കെ ആണെങ്കിൽ അവിടെ കാപ്പിലറി റൈസ് ആയിരിക്കും, അപ്പോൾ അതൊരു പ്ലസ് വാല്യൂ ആയിരിക്കും. അതിനനുസരിച്ച് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനും വ്യത്യാസം വരും, അതൊരു ഒപ്റ്റ്യൂസ് വാല്യൂ ആയിരിക്കും മെർക്കുറി ടൈപ്പ് കേസ് വരുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.8 ആണ് സെൻറ്റിമീറ്റർ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 0.8 into 10 raised to -2 into the radius of the tube എന്ന് പറയുന്നത് 0.5 into 10 raised to -3 millimeter. Density as a 36.6 into 10 raised to 3 into G as a 10, that division by S 2 into cos theta. നമുക്കിവിടെ തന്നിരിക്കുന്നു cos 120 ആണ്. എന്താണ് cos 120യുടെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് 180 minus 60 ആയിട്ട് നമുക്ക് എടുത്തൂടെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു cos 180 minus theta is minus cos theta. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -half. ആ മൈനസും ക്യാൻസലായി പോവും. നമ്മൾ സോൾവ് ചെയ്ത് എടുക്കുന്ന സമയത്ത് യു ഗെറ്റ് ദ വാല്യൂ ആസ് 0.544 as the answer. So we can quote the answer as B. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മയിരിക്കട്ടെ. റൈസ് ഓർ ഫോൾ കണ്ടീഷൻ മനസ്സിൽ എപ്പോഴും ഓർക്കണം, അതിൻ്റെ സൈന്. Which of the following statement is related to stress strain relation is correct? നമുക്കൊരു സ്ട്രിങ് ബേസ് ചെയ്ത് അതിൻ്റെ ലോഡിങ് ആൻഡ് ലോഡിങ് ബേസ് ചെയ്തിട്ട് നമ്മൾ കർവ് വരുമ്പോൾ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ നമുക്ക് സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ലെങ്കിൽ പോലും ഇലാസ്റ്റിക് ബിഹേവിയർ അത് കണക്ട് ചെയ്യും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ പിന്നെ അവന് പെർമനൻ്റ് സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരും. എക്സ്റ്റൻഷൻ ഈസ് ദെയർ ഈവൻ വെൻ ദ ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. സോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും
എങ്ങനെ പ്രൊപ്പോർഷണൽ ആകുന്നു എന്നുള്ള കൺസെപ്റ്റ്. സോ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് മുന്നേ വരെ മാത്രമേ അത് പ്രൊപ്പോർഷണൽ ആകൂ എന്നുള്ള കാര്യം ഓർക്കുക. സോ വി ക്യാൻ സേ ദ സി ചോയ്സ് as the answer. The stress is proportional to strain. For stress much smaller than the yield point. ആ yield പോയിന്റിന് താഴെയുള്ളതിന് മാത്രമേ നമുക്ക് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയാൻ പറ്റൂ. സോ സി എസ് ദി ആൻസർ. നമ്പർ 42. The lower edge of a square slab. അപ്പോൾ നമുക്കൊരു സ്ക്വയർ സ്ലാബ് നമുക്ക് വരയ്ക്കാം. So the bottom is a square, it is given. So side as a 50 centimeter, good. The thickness is a 20. So this side is given as a 20 centimeter. A tangential force of 30 Newton that is applied to the slab. The shear modulus that is given as a 4 into 10 raised to 10. Then the displacement of the upper edge. അപ്പോൾ അപ്പർ എഡ്ജ് കണ്ടുപിടിക്കാൻ നമ്മുടെ മനസ്സിൽ ഓർക്കണം ഈറ്റ എന്ന് പറയുന്നത് that stress is what forced by area by നമ്മളുടെ angular shear strain is what. സോ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവന് ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ആയിരിക്കും ഉണ്ടാകുക. യെസ്, വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ. അപ്പോൾ ഈ തീറ്റ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. സോ ആംഗിൾ എന്ന് പറയുന്നത് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവിഷൻ ബൈ ദിസ് സൈഡായിട്ട് മാറും. സോ സൈഡ് നമുക്ക് ഡി ആയിട്ട് എടുത്താൽ തീറ്റ എന്ന് പറയുന്നത് എക്സ് ഡിവിഷൻ ബൈ ഡി ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ടു ദ അപ്പർ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എ ഡി ഡിവിഷൻ ബൈ എ ഇൻറ്റു ഈറ്റ, ദാറ്റ് ഈസ് എ ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡി എന്ന് പറയുന്നതെല്ലാം കൃത്യമായിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ദയവേത് ശ്രദ്ധിക്കുക. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. ദ ഫോഴ്സ് ഈസ് 30 Newton given and the side is given as 20 centimeter. So that is a 0.2 division by area. Area എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ആണ്, അല്ലെങ്കിൽ അപ്പർ ഫേസിൻ്റെ ഏരിയ ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് എ സ്ക്വയർ ആണ്, അതിൻ്റെ സൈഡ് 50 സെൻറ്റിമീറ്റർ ആണ്. സോ ഏരിയ ബിക്കം 0.5 into 0.5 into eta as a 4 into 10 raised to 10. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് ഈക്വൽ ടു 6 into 10 raised to minus 10. So we get the answer as a C. ആ ഫോർമുല സെലക്ട് ചെയ്യുന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ച് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു കാര്യം ഓർമ്മയിരിക്കട്ടെ. നമ്പർ 43. Initially, a beaker has 100 grams of water at a temperature 90 degree. Later, another 600 grams of water at a temperature 20 degree was poured into the beaker. The temperature T of water after mixing is. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട രണ്ട് കേസസ്. ഒന്നാമത്തെ കേസ് പറയുന്നത് 100 ഗ്രാം, അവൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. രണ്ടാമത്തെ കേസ് എന്താണ് പറയുന്നത്? 600 ഗ്രാം ഓഫ് വാട്ടർ ആണ്, പക്ഷെ അവൻ എപ്പോഴാണ് 20 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കാലറിമെട്രി നമ്മൾ ഓർക്കുക. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കാലറിമെട്രി എന്ന് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ലോസ്റ്റ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് എന്നൊരു കൺസെപ്റ്റ് ഓർക്കുക. ആർക്കാണ് ഹീറ്റ് ലോസ്റ്റ് ആയത്? നമുക്കറിയാം കൂടുതൽ എനർജി കണ്ടൻ്റ് ഉള്ള കൺസെപ്റ്റ് ആർക്കാണോ അവനായിരിക്കും അവനിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകും, അല്ലേ? അപ്പോൾ നമുക്ക് ഇവൻ്റെ കൺസെപ്റ്റാണ് എടുക്കുന്നതെങ്കിൽ അവൻ്റെ മാസ് എം ആണെന്നെങ്കിൽ എം ഇൻറ്റു അവൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അവൻ്റെ ഹയർ ടെമ്പറേച്ചർ ടു ലോവറിലേക്കായിരിക്കും വരുന്നത്, അല്ലേ? സോ അത് 90 മൈനസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട തീറ്റയിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ഇവൻ എന്തായിരിക്കും? അവൻ ഗെയിൻ ചെയ്യുന്നതാണ്, അല്ലേ? അവൻ്റെ മാസ് ഇൻറ്റു ആയിക്കോട്ടെ, അവൻ്റെ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് സെയിം തന്നെയാണ്. പക്ഷേ അവൻ്റെ ടെമ്പറേച്ചർ 20യിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു വലിയ ടെമ്പറേച്ചറിലേക്ക് മാറും, അല്ലേ? സോ തീറ്റ മൈനസ് 20 ആയിട്ട് നമുക്കെടുക്കാം. ഇനി തന്നിരിക്കുന്ന വാല്യൂസിന് നമുക്ക് അപ്പടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചേ. നമ്മൾ M1 എന്ന് പറയുന്ന വാല്യൂ അതെത്രയാണ്? 100 ഗ്രാം എന്നാണ് നമ്മളോട് പറയുക. 100 ഇൻറ്റു സി ഇൻറ്റു 90 മൈനസ് തീറ്റ ഈക്വൽ ടു M2 എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? 600 ഇൻറ്റു സി ഇൻറ്റു തീറ്റ മൈനസ് 20. അപ്പോൾ നമുക്ക് സി ക്യാൻസലായിപ്പോയി, 100 600ൽ ക്യാൻസലായിപ്പോയി. സോ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് 6 തീറ്റ മൈനസ് 6 ഇൻറ്റു 2 ആസ് 120 ആയി മാറി.
അപ്പോൾ നമുക്ക് ഈ 6 തീറ്റയും തീറ്റയും കൂടെ ചേരുമ്പോൾ 7 തീറ്റയായിട്ട് മാറി. സോ 7 തീറ്റ ഈസ് ഈക്വൽ ടു 90 പ്ലസ് 120 എന്ന് പറയുന്നത് 210 ആയി മാറി. സോ തീറ്റ ഈസ് ഈക്വൽ ടു 210 ഡിവിഷൻ ബൈ 7. സോ ദാറ്റ് 210/7 ആയിട്ടെടുക്കുമ്പോൾ നമുക്ക് 3 ആയിട്ട് മാറും. സോ 30 ഡിഗ്രി സെൽഷ്യസ് ആയി മാറി. സോ വി ഗെറ്റ് ദ ആൻസർ എസ് ബി. നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കാലറിമെട്രി അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അതോടൊപ്പം ലാറ്റൻ ഹീറ്റ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ്, അതിലേക്ക് നമ്മൾ എമൗണ്ട് ഓഫ് എനർജി ചേർച്ച് അതിനെ സ്റ്റീമാക്കി മാറ്റാൻ എന്തുമാത്രം എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം, അങ്ങനെയുള്ള കൺസെപ്റ്റ്സിൽ വരുന്ന അതോടൊപ്പം മിക്സിങ് വരുന്ന കേസസ് ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ല കാര്യമായിരിക്കും. മാച്ച് ദ ഫോളോയിങ്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് മാറി. എന്താണ് ഐസോബാറിക് പ്രോസസ്സ്? അവിടെ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ ഡെൽറ്റ പി എന്ന് പറയുന്നത് 0 ആകും. സോ രണ്ടാമത്തത് 3 എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ എത്തി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കേസ് നോക്കിയേ, ഐസോകോറിക്ക് വോളിയം കോൺസ്റ്റൻ്റ് അല്ലേ, സോ ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആകും. അപ്പോൾ തേർഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വന്നു. ആൻഡ് ദെൻ അഡേബാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 അല്ലേ, ക്യൂ ഈസ് എ കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ ഫോർത്ത് 1 എന്ന് പറയുന്നത് 1ലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം ദ ഫസ്റ്റ് ചോയ്സ് ഇസ് ദി ആൻസർ. സോ നന്നായിട്ട് ആ കൺസെപ്റ്റ്സുകൾ എന്തെന്ന് അറിഞ്ഞിരിക്കുക. പ്രോസസ്സസ് വളരെ പ്രാധാന്യമാണ്. Number 45. For an ideal gas, the specific heat at constant pressure is greater than specific heat at constant volume. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് വോളിയവും കോൺസ്റ്റൻ്റ് പ്രഷറും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കണമേ. കോൺസ്റ്റൻ്റ് വോളിയം വരുന്ന സമയത്ത് അവിടെ ചേഞ്ച് ഇൻ വോളിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം പി ഇൻറ്റു ഡി വി, ദാറ്റ് ഈസ് ദ വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ സി പി അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ഓർക്കണമേ, ഒരു എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത് അവിടെ അഡീഷണൽ ആയിട്ട് നടക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർക്കുക. സം വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് ടു ഇറ്റ്സ് എൻവയൺമെൻറ്റ്. സോ അവിടെ ഒരു ടെമ്പറേച്ചർ ഇൻക്രിമെൻ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദർ ഈസ് എ ഫൈനറ്റ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഓൺ ഇറ്റ്സ് എൻവയൺമെൻറ്റ് വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് വൈൽ ദ പ്രഷർ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? വിച്ച് വൺ ആണ് ട്രാൻസ്വേഴ്സ്, വിച്ച് വൺ ഈസ് സൗണ്ട് വേവ്സ്? നമുക്കറിയാം സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ഒരു പക്ക ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ലൈറ്റ് മാതിരിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളെല്ലാം തന്നെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് നോക്കുക. നമ്മളൊരു സ്ട്രിങ് രണ്ട് എൻഡിൽ പിടിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന വേവ് എന്ന് പറയുന്നത്, സോ അവിടെ വൈബ്രേഷൻസ് അതിൻ്റെ മൂവ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് ട്രാൻസ്വേഴ്സ് എന്നൊരു ആസ്പെക്റ്റ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വിച്ച് വൺ ഈസ് ദ കറക്റ്റ് വൺ? സി എസ് ദി ആൻസർ. ദ ലൈറ്റ് വേവ്സ് ആൻഡ് ദ വേവ്സ് ഓൺ എ സ്ട്രിങ് ആർ ട്രാൻസ്വേഴ്സ് ബട്ട് സൗണ്ട് വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ. സോ എപ്പോഴും ഓർക്കുക, ദ വൈബ്രേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് വേവ്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ അവനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് വിളിക്കും. ആ വേവിൻ്റെ മൂവ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന് നമ്മൾ ട്രാൻസ്വേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കും. ഓർത്തിരിക്കുക. നമ്പർ 47. In Young's double slit experiment, if the separation between the slits is halved and the distance between the slits and the screen is doubled, then the fringe width compared to the original will be. ആദ്യത്തെ കേസ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത് ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ, രണ്ടാമത്തെ കേസ് നമുക്ക് ബീറ്റ ഡാഷ് എന്ന് പറയുന്നത് ലാംഡ ഡി ഡാഷ് ബൈ ഡി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്താണ്? ക്യാപിറ്റൽ ഡി ഡാഷ് എന്ന് പറയുന്നത് ഡബിൾ ആക്കണു, പക്ഷെ സ്മോൾ ഡി ഡാഷ് എന്ന് പറയുന്നത് ഡി ബൈ 2 ആക്കുന്നു. ആ 2 ന്യൂമറലേറ്ററിലേക്ക് വന്നാൽ 4 ഇൻറ്റു ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആയിട്ട് മാറുന്നു. എന്താണ് ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആയിട്ട് മാറുന്നത്? സോ 4 ഇൻറ്റു നമ്മുടെ ഒറിജിനൽ ബീറ്റ. സോ ക്വാഡ്രപ്പിൾ ആയിട്ട് മാറുന്നു, 4 ടൈംസ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സോ ദാറ്റ് ഈസ് ഡി എസ് ദി ആൻസർ. 48. ദ ഫേസ് വെലോസിറ്റി ഓഫ് എ വേവ്. ഇപ്പോൾ സാധാരണ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഓർക്കണേ, സോ ദ സൈ ഈസ് ഗിവൻ ആസ് സൈ 0 സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് π/2. അപ്പോൾ നമ്മുടെ വേവ് വെലോസിറ്റി, ദ ഫേസ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും?
നമ്മൾ സിമ്പിളായിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഒമേഗ ബൈ കെ. എന്താണ് ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് 2π എന്ന് നമുക്കറിയാം. എന്താണ് കെ? ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആസ് 2π ബൈ ലാംഡ. സോ 2π ക്യാൻസൽ ആക്കിയിട്ട് ലാംഡ നമ്മുടെ ന്യൂമറേറ്ററിലേക്ക് പോവുക. ലാംഡ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സ്പീഡ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഈ റിലേഷനെ നമുക്ക് ഉപയോഗിക്കാം. സോ ദാറ്റ് ദ ഫേസ് വെലോസിറ്റി ഈസ് ഗിവൺ ആസ് ഒമേഗ ബൈ കെ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. നമ്പർ 49, ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് എലോങ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്, ഓർത്തിരിക്കണം. അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, നമുക്കറിയാം ഇപ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് വൈ ഡയറക്ഷനിലായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കുക, ഇറ്റ് ഈസ് അലോങ് ദ ഇസഡ് ഡയറക്ഷൻ. അതെങ്ങനെ നമുക്ക് ഒരു മാത്തമാറ്റിക്കലി പറയാൻ പറ്റും? അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു അഡീഷണൽ പോയിന്റ് പറയുകയാണ്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കാം. സാധാരണ അതിന് എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉദ്ദേശിക്കുന്നത് ഇൻറ്റൻസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം, പെർ യൂണിറ്റ് സെക്കൻഡ്, ടൈം പെർ യൂണിറ്റ് ഏരിയ ആണ് ഉദ്ദേശിക്കുക. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ, ആ എനർജി ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണമേ, ഇ ക്രോസ് എച്ച് ആയിരിക്കും. നമുക്കറിയാം ബി എന്ന് പറയുന്നത് μ0h ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം 1/μ0 ഇൻറ്റു ഇ ക്രോസ് ബി. ഇ ക്രോസ് ബി ആയിരിക്കും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആയിട്ട് പറയുന്നത്. അവിടെ നമ്മുടെ മനസ്സിലേക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇഫ് വി കോൾ ദ റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് from electric field direction to magnetic field, then the thumb will indicate the direction of propagation. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ ഈ ഒരു അഡീഷണൽ പോയിന്റ് എപ്പോഴും ആ ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഡി ആണ് ആൻസർ. നമ്പർ 50. Assume that a radio station is about 200 km away at your location and the station operates with a frequency as 972 kHz. How long does it take for an electromagnetic signal to travel from that station to you? അവ തമ്മിലുള്ള സെപ്പറേഷൻ നമ്മൾക്ക് പറയുന്നുണ്ട് വ്യക്തതയോടെ. എത്ര കിലോമീറ്ററാണ്? 200 കിലോമീറ്റർ. അത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി നമുക്ക് സിമ്പിളായിട്ട് എയറിൽ അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയതുകൊണ്ട് 3 × 10⁸ m/s അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എടുത്താൽ പോരെ. എന്ന് പറയുമ്പോൾ 200 കിലോമീറ്റർ ദാറ്റ് ഡിവിഷൻ ബൈ നമുക്കറിയാം ദ സ്പീഡ് ആസ് 3 × 10⁸. സോ നമുക്ക് കിട്ടി എക്സാക്ട്ലി 6.667 × 10⁻⁴ അല്ലെങ്കിൽ 666 മൈക്രോ സെക്കൻഡ് നമുക്ക് പറയാം. ഒരു ഫാക്ടർ നമുക്ക് ആയിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹൗ മെനി വേവ് ക്രസ്റ്റ്. ഇപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിലൊരു വേവ് എടുക്കുമ്പോൾ ഇതല്ലേ നമ്മുടെ ഒരു വൈബ്രേഷനായിട്ട് പറയുന്നത്, അതിലൊരു ക്രസ്റ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ ഇത്ര ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 972 kHz എന്ന് പറയുമ്പോൾ ഒരു വേവിൽ ഒരു ക്രസ്റ്റ് എന്നുള്ള തരത്തിൽ ഇത്രയും നമ്പർ ഓഫ് ക്രസ്റ്റ് അവിടെ ഉണ്ടാവില്ലേ? സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 9.72 × 10⁵ അല്ലേ? യെസ്. സോ വി ക്യാൻ ഈസിലി ഗെറ്റ് ദ ആൻസർ ആസ് എ. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് നമ്മുടെ 50 ക്വസ്റ്റ്യൻ വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയുടെ ആകുമ്പോൾ നമുക്ക് 2017 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ ശ്രമിക്കാം. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ദാറ്റ് വിൽ റിയലി ഹെൽപ്ഫുൾ ഫോർ മീ. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.